Chapter 4 Principle of Mathematical Induction. Principle of Mathematical Induction എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിലേക്ക് നോക്കൂ. ഈ ക്ലാസ്സിൽ A, B, C, D, E, F, G ഇത്ര കുട്ടികളുണ്ടെന്ന് വിചാരിക്കും. ഈ ക്ലാസ്സിലുള്ള ഒരാൾ പറഞ്ഞോട് പറയാണ്, ഈ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും 100 ൽ 100 മാർക്കാണ്. ഓക്കെ, ഞാൻ പരിശോധിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. 100 മാർക്കുണ്ടോ? ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, അവൻ്റെ ബുക്ക് തുറന്ന് നോക്കി. യെസ്, 100 മാർക്കുണ്ട്. ഇനി ഞാൻ ചെയ്യണത് നോക്കിയപ്പോ ഇവനെ കണ്ടാലേ ശരിയാ, ഇവർക്ക് 100 മാർക്ക് കിട്ടാനുള്ള എല്ലാ ലക്ഷണങ്ങളും മോന്റെ മുഖത്തുണ്ട്. അപ്പൊ ഇനി പ്രത്യേകം നോക്കണില്ല. ഞാൻ ഇത് അസ്യൂം ചെയ്തു, ഇവനക്ക് ഉണ്ടാവുന്ന വിചാരിച്ചു. എന്നിട്ട് പെട്ടെന്ന് അവൻ അടുത്ത ആളില്ലേ ഈനെ പോയി നോക്കിയേക്ക്, ഇവനക്ക് നോക്കി ബുക്ക് മറിച്ചു നോക്കി. 100 മാർക്കുണ്ട്. ഓക്കെ, ഇനി കാര്യം ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഈ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും 100 മാർക്ക് ഉണ്ടാവും. ഞാനിപ്പോ എന്താ ചെയ്തു? ഓരോരുത്തരും ചെക്ക് ചെയ്തോ? ഇല്ല. ഞാൻ എന്താ ചെയ്തതോ? ഒന്നാമത്തെ ആളെ ചെക്ക് ചെയ്തു, വെരിഫൈ ചെയ്തു. ഇനി ഇടയ്ക്ക് വെച്ചൊരാളെ എടുത്തു, അയാൾക്ക് ഉണ്ടാവുന്ന വിചാരിച്ചു. പ്രൂവ് ചെയ്തോ? ഇല്ല, വിചാരിച്ചു. ഇനി അതിന് തൊട്ടപ്പുറത്തെ ആൾക്ക് ഉണ്ട് എന്ന് പിന്നെയും ചെക്ക് ചെയ്തു, വെരിഫൈ ചെയ്തു. അങ്ങനെ 3 ആളെ കേസ് മാത്രമേ നോക്കുകയുള്ളൂ. അത് 2 ആൾക്കാർക്ക് വെരിഫൈ ചെയ്യും, ഒരാൾക്ക് അസ്യൂം ചെയ്യും. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിൽ കൂടെ ഇത് കാണിക്കാം. എക്സാം ചോദിക്കുകയാണ്, ഷോ ദാറ്റ് 1 + 2 + 3 + etc. + n is equal to n into n + 1/2 എന്ന് ചോദിച്ചു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വാചകത്തിന്റെ പേരാണ് P of n. ഇതിന്റെ പേരാണ് P of n. P of n എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടി. P of n എന്ന് പറഞ്ഞാൽ 1 + 2 + 3 + etc. + n is equal to n into n + 1/2. 1 + 2 + 3 + etc. + n is equal to n into n + 1/2. ഇനി ഇതിലെ ഓരോന്നായി ഇട്ട് നോക്കാം. P of ഒരു ആരോ സിംബൽ ഇട്ട് നോക്കാം. P of n. അപ്പൊ എന്തായിരിക്കും P of 1 എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒന്നാമത്തെ ആളെ വെരിഫൈ ചെയ്ത പോലെ P of 1 നോക്കണം. P of 1ലെ LHS എന്തായിരിക്കും വരിക? LHS n1 ആവുമ്പോൾ 1 മുതൽ അങ്ങനെ പോയി n1 ആവണത് വരെ, n1 ആവുമ്പോൾ 1 മുതൽ 1 വരെ LHS ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? മിക്കവാറും ഈ ഫസ്റ്റ് ടേം ആയിരിക്കും LHS ഉണ്ടാവുക. P of 1 എന്ന് പറയുമ്പോൾ മിക്കവാറും ഈ ഫസ്റ്റ് ടേം ആണ് LHS വരിക. അഥവാ P of 1 എന്ന് പറഞ്ഞാൽ n-ന് പകരം 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n1 ആവുമ്പോൾ 1 മുതൽ 1 വരെ LHS = 1. അപ്പൊ എന്തായിരിക്കും RHS വരിക? RHS n1 ആവുമ്പോൾ 1 into 1 + 1 2/2 വെട്ടി പോകുമ്പോൾ ആൻസർ 1. LHS ഉം RHS ഉം ഈക്വൽ അല്ലേ? Therefore LHS = RHS. ശരിയാണ്, ഇയാൾ പറഞ്ഞ കാര്യം ശരിയാണ്. ഇതാണെന്ത്? ഈ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും 100 മാർക്ക് ഉണ്ട്. ഞാൻ വെരിഫൈ ചെയ്ത് നോക്കി. യെസ്, കറക്റ്റ്. LHS = RHS. Therefore താഴേക്കും P of 1 is true. Therefore P of 1 is true. P of 1 ഹെഡിങ് കൊടുക്കുക, അവസാനം P of 1 is true. ഇതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ ചെയ്യേണ്ടത് സ്റ്റെപ്പ് 2. ഞാൻ ഇവിടെ എഴുതി വെക്കുന്നില്ല, തൊട്ട് മേലക്കുന്ന ശരിക്കും ഇവിടെ എഴുതേണ്ടത് ഞാൻ കാര്യം ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. Assume P of k is true. P of k is true എന്ന് പറഞ്ഞ അർത്ഥം n-ന്റെ സ്ഥാനത്ത് k വെച്ച് കൊടുക്കുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണ്. ഇതിന്റെ സ്ഥാനത്ത് k വെച്ച് കൊടുക്കും. അപ്പൊ അർത്ഥം എന്താ അറിയോ? P of k is true എന്ന് പറഞ്ഞ അർത്ഥം 1 + 2 + 3 + etc. + k is equal to k into k + 1/2. ഇത് അസ്യൂം ചെയ്തു, ഇക്വേഷൻ 1 എന്ന് എഴുതി വെച്ചു. ഇനി എനിക്ക് എന്താ കാണിക്കേണ്ടത് അറിയോ? ഇപ്പൊ നമ്മള് A, B, C, D, E, F, G 3 ആൾക്കാരിലെ ഇയാൾക്ക് വെരിഫൈ ചെയ്തു, ഇയാൾക്ക് അസ്യൂം ചെയ്തു. ഇതാണ് അസ്യൂം. ഇനി ഇയാളെ വെരിഫൈ ചെയ്യണം, തൊട്ടപ്പുറത്തെ ആളെ അസ്യൂം ചെയ്യണം. അഥവാ P of 1 പ്രൂവ് ചെയ്തു, P of k അസ്യൂം ചെയ്തു. ഇനി P of k + 1 പ്രൂവ് ചെയ്യാൻ പോകുന്നു. ഒന്നുമില്ല, P of k is true എന്ന് വിചാരിച്ചു. ട്രൂ ആണെങ്കിൽ 1 + 2 + 3 + etc. k is equal to k into k + 1/2. ഇനി we have to prove that P of k + 1 is true. We have to show that P of k + 1 is true. Assume P of k is true. We have to prove that P of k + 1 is true. എന്താണ് P of k + 1 എന്ന് പറഞ്ഞാൽ? നോക്കൂ, 1 +
2 plus 3 plus in സ്ഥാനത്ത് k plus 1 നോക്കുമ്പോൾ k plus 1 equal to k plus 1 ആവുമ്പോൾ k plus 1 into k plus 1 ആവുമ്പോൾ k plus 1 plus 1 k plus 2 by 2. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യേണ്ടതാണ്. ഇത് പ്രൂഫ് അല്ല. ഇത് ഇവിടെ വേണമെങ്കിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇത് എഴുതി വെക്കണമെന്നില്ല. ഇത് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് എഴുതി വെച്ചു എന്ന് മാത്രം. ഇത് എഴുതി വെക്കരുത്. വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഇത് എന്തല്ല, പ്രൂഫ് അല്ല. ഇത് മനസ്സിലാവാൻ വേണ്ടി എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അത് എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പ്രൂഫ് അല്ല. ഇത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. എഴുതി വെച്ചാലും കുഴപ്പമില്ല. ഇതെന്തല്ല, പ്രൂഫ് അല്ല. ഈ പ്രൂഫ് ഇതാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവാൻ വേണ്ടി ഇത് മുൻകൂർ ജാമ്യം എടുത്തു എന്ന് മാത്രം. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. We have to prove that P of k plus 1 is true. അഥവാ we have to prove that this line, ഈ ലൈൻ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഈ ലൈൻ എന്താ? 1 plus 2 plus 3 plus etc plus k is equal to k into k plus 1 by 2. ഞാൻ ഇതിന്റെ ഇടത്തെ ഭാഗവും വലത്തെ ഭാഗവും ഈ ബോക്സിന്റെ ലാസ്റ്റ് ടേമിലെ k plus 1, ആ k plus 1 ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ 1 plus 2 plus 3 plus etc plus k plus ഈ k plus 1 ഇവിടെ ആഡ് ചെയ്തു. അതുപോലെ k into k plus 1 by 2 plus k plus 1 ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, that is equal to, അപ്പോൾ ഇടത്തെ ഭാഗം ശരിയായി. 1 മുതൽ k plus 1 വരെ, 1 മുതൽ k plus 1 വരെ ഇടത്തെ ഭാഗം ഇതായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ by 1 എടുത്തു. ഈ രണ്ടിനും കോമൺ ആയ ആളുണ്ടല്ലോ k plus 1. k plus 1 ഇപ്പൊ ഏറ്റവും ഫസ്റ്റ് എടുക്കുക k plus 1 കോമൺ ആണ്. ആ k plus 1 ഞാൻ പുറത്തെടുത്തു. അപ്പോ k plus 1 into ബാക്കി ആരൊക്കെ ഉള്ളത്? ഒരു k by 2 ഉണ്ടാവും. k plus 1 പുറത്തെടുത്താൽ ബാക്കി ഒരു 1 ഉണ്ടാവും. 1 എന്ന് പറഞ്ഞാൽ 1 by 1. ഓക്കെ, that is equal to k plus 1 into k plus k into 1 k 2 into 1 2 by 2. That is equal to k plus 1 into k plus 2 by 2. നോക്കൂ, ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ട. നമുക്ക് ഒന്നുകൂടി പറയാം ഈ പ്രൂഫ്. We have to show that 1 plus 2 plus 3 plus etc plus n is equal to n into n plus 1 by 2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ p of 1 നോക്കാൻ പോവുകയാണ്. LHS equal to n 1 ആവുമ്പോൾ 1 മുതൽ 1 വരെ that is equal to 1. RHS നോക്കാം. RHS equal to 1 into 1 plus 1 by 2 equal to 1 into 2, 2 by 2 equal to 1. LHS equal to RHS. Therefore, P of 1 is 2. രണ്ടാമത്തെ, assume P of k is 2. എന്താ P of k is 2 എന്ന് പറഞ്ഞ അർത്ഥം? ഇത് ഒന്നാം സ്റ്റെപ്പ്. രണ്ടാം സ്റ്റെപ്പ് പറയാൻ പോകും. P of k is 2. P of k is 2 എന്ന് പറഞ്ഞ അർത്ഥം എന്നിന്റെ സ്ഥാനത്ത് k എന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണ്. എന്നിന്റെ സ്ഥാനത്ത് 1 വെക്കുമ്പോൾ റിസൾട്ട് ട്രൂ ആയി. അതുപോലെ എന്നിന്റെ സ്ഥാനത്ത് k വെക്കുമ്പോൾ റിസൾട്ട് ട്രൂ ആണ്. 1 plus 2 plus 3 plus etc plus k is equal to k into k plus 1 by 2. ഇനി എന്താ കാണിക്കേണ്ടത്? We have to prove that P of k plus 1 is 2. എന്താണ് P of k plus 1 is 2 എന്തെങ്ങനെ പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? That is 1 plus 2 എന്ന സ്ഥാനത്ത് k plus 1 വെക്കുമ്പോൾ 2 plus etc plus k plus 1 equal to k plus 1 into k plus 1 plus 1 k plus 2 by 2. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും ഇതെന്നെ എടുത്തു. 1 plus 2 plus 3 plus etc plus k is equal to k into k plus 1 by 2. ഞാൻ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി രണ്ട് ഭാഗത്തും k plus 1 ആഡ് ചെയ്തു. 1 plus 2 plus 3 plus etc plus k plus ഇവിടെയും k plus 1 ആഡ് ചെയ്തു. അതേപോലെ k into k plus 1 by 2 ഇവിടെയും k plus 1 ആഡ് ചെയ്തു. ഓക്കെ, that is equal to, ഇനി ഇതാണ് പ്രൂവ് ചെയ്താൽ മതി. That is equal to, ഇത് is equal to ഇത് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ ഇതെടുത്തു, രണ്ട് ഭാഗം k plus 1 ആഡ് ചെയ്തു. അപ്പോൾ ഇത് തന്നെ. ഇനി ഇത് is equal to ഇത് പ്രൂവ് ചെയ്താൽ മതി. ഇനി ഈ രണ്ട് ഭാഗം k plus 1 കോമൺ അല്ലേ? k plus 1 പുറത്തെടുത്തു. ഓക്കെ,
ഇനി ബാക്കി ആരൊക്കെ ഉണ്ട്? ഒരു k by 2 ഉണ്ട്. ഇവിടെ k plus 1 പുറത്തെടുക്കുമ്പോൾ ബാക്കി ഒരു 1 ഉണ്ട്. That is equal to k plus 1 into ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k into 1 k plus 2 by 2. The proof ആയി k plus 1 into k plus 2 by 2. ഓക്കെ, പ്രൂഫ് നേരെ മനസ്സിലാക്കൂ. നമ്മൾ ആദ്യം p of 1 is 2 ന്ന് പ്രൂവ് ചെയ്തു. p of 1 is 2 ന്ന് പ്രൂവ് ചെയ്തു. assume p of k is 2 ന്ന് വിചാരിച്ചു. അപ്പോൾ ഈ റിസൾട്ട് കിട്ടി. we have to show that p of k plus 1 is true. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇതാണ്. ഇന്ന് സ്ഥാനത്ത് k plus 1 നോക്കുമ്പോൾ p of 1 is true എന്ന് പറഞ്ഞാൽ ഇന്ന് 1 കൊടുക്കുമ്പോൾ ട്രൂ ആണ് പ്രൂവ് ചെയ്തു. കണ്ടോ, p of 1 is true പ്രൂവ് ചെയ്തു. assume p of k is true assume ചെയ്തു. assume ചെയ്യുമ്പോൾ n k plus 1 n k വെക്കുമ്പോൾ റിസൾട്ട് ട്രൂ ആണ് വിചാരിച്ചു. ആ വിചാരിച്ചതാണ് ഇത്. we have to prove that p of k plus 1 is true. എന്ന സ്ഥാനത്ത് k plus 1 വെക്കുമ്പോൾ റിസൾട്ട് ട്രൂ ആണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് അപ്പോൾ 1 മുതൽ k plus 1 എടുക്കണം. അപ്പോൾ ഈ റിസൾട്ട് ഒന്നും കൂടി എടുത്ത് എഴുതി. രണ്ട് ഭാഗം k plus 1 വെച്ചു. അപ്പോൾ 1 മുതൽ k plus 1 വരെ ആയില്ലേ? അഥവാ ഇത് മുതൽ ഇത് വരെ ഈക്വൽ ടു ഇതിന് പ്രൂവ് ചെയ്യണം. അപ്പോൾ രണ്ട് ഭാഗം k plus 1 ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. ഇത് ഇങ്ങനെ ചേഞ്ച് ചെയ്തപ്പോൾ ഇത് കിട്ടി. നോക്കുക, ഇതാ ഈ റിസൾട്ട് ഈക്വൽ ടു ഈ റിസൾട്ട്, അഥവാ ഇത് ഈക്വൽ ഇതായില്ലേ? പ്രൂഫ് ആയില്ലേ? യെസ്. Now, show that 1 cube plus 2 cube etc. n cube is equal to n square into n plus 1 whole square by 4. Show that 1 square plus 1 cube plus 2 cube plus etc. plus n cube is equal to n square into n plus 1 whole square by 4. That is equal to p of 1 p of 1 എന്ന് പറഞ്ഞാൽ p of 1 എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം LHS കാണാം. LHS is equal to ഞാൻ പറഞ്ഞു ഫസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. 1 ക്യൂബ് വരെ 1 ക്യൂബ് is equal to 1. RHS നോക്കാം, റൈറ്റ് ഹാൻഡ് സൈഡ്. ഇനി 1 ആവുമ്പോൾ 1 സ്ക്വയർ ഇൻറ്റു 1 plus 1 whole square by 4. 1 into 1 plus 1 whole square 2 square 4 by 4. 4 by 4 equal to 1. LHS ഉം RHS ഉം equal ആണ്. LHS equal to RHS. Therefore, P of 1 is true. Assume P of K is true. Assume P of K is true. എന്താ P of K is true എന്ന് പറഞ്ഞ അർത്ഥം? n പകരം k വെക്കുമ്പോൾ റിസൾട്ട് ട്രൂ ആണ്. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് etc. plus k cube is equal to k square into k plus 1 whole square by 4. ഇനി അടുത്തത് we have to prove p of k plus 1 is 2. എന്താ p of k plus 1 is 2 എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ഇത് പ്രൂഫ് അല്ല, പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. n സ്ഥാനത്ത് k plus 1 വെക്കുമ്പോൾ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് etc. plus k plus 1 whole cube is equal to k plus 1 whole square k plus 1 plus 1 k plus 2 whole square by 4 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ എടുത്തു. എന്താണ് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് etc. plus k cube is equal to k square into k plus 1 whole square by 4. രണ്ട് ഭാഗത്തും ഇതിലെ ലാസ്റ്റ് ടേം ആഡ് ചെയ്തു. k plus 1 whole cube രണ്ട് ഭാഗത്തും ആഡ് ചെയ്തു. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് etc. plus k cube plus k plus 1 whole cube is equal to k square into k plus 1 whole square by 4 k plus 1 whole cube. നോക്കി, ഇവിടെയും k plus 1 whole cube ആഡ് ചെയ്തു, ഇവിടെയും k plus 1 whole cube ആഡ് ചെയ്തു. ഇനി ഇത് ചെയ്യാം. ഇവ രണ്ട് ഭാഗത്തും കോമൺ ആയാൽ k plus 1 whole square അല്ലേ? ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇവിടെ ക്യൂബ് ഉണ്ട്. കോമൺ ആയിട്ട് k plus 1 whole square കോമൺ ആണ്. ബാക്കി ആരൊക്കെ ഉണ്ട്? ഒരു k square by 4 ഉണ്ട്, ഒരു k plus 1 whole cube ഉണ്ട്. അല്ല, k plus 1 whole square ഉണ്ട്, k square by 4 ഉണ്ട്, ഒരു k plus 1 ഉണ്ട്. k plus 1 whole cube ഉണ്ട്, k plus 1 whole square പുറത്തെടുക്കുമ്പോൾ k plus 1 ഉണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k സ്ക്വയർ ഇൻറ്റു 1 എന്ന സ്റ്റെപ്പ് അവിടെ എഴുതി വെക്കുന്നുണ്ട്. ഈക്വൽ ടു k plus 1 whole square into k square into 1 k square 4 into k plus 1 divided by 4.
that is equal to k plus 1 whole square into k square plus 4k plus 4 by 4. ഇപ്പോൾ റിസൾട്ട് ആയിട്ടുണ്ടോ? നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആയിട്ടുണ്ട്. that is equal to k plus 1 whole square. ഇത് k plus 2 whole square ആണ്. k plus 2 whole square by 4. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എന്താ നമ്മൾ ചെയ്ത്? 1 cube plus 2 cube plus etc plus n cube is equal to n square into n plus 1 whole square by 4. As p of 1 എന്ന് പകരം 1 വെച്ച് നോക്കി. ആ 1 cube മുതൽ 1 cube വരെ 1 cube is equal to 1. RHS ൽ n 1 ആവുമ്പോൾ അതും 1. LHS is equal to RHS. Assume p of k is true. എന്ന സ്ഥാനത്ത് k വെച്ച് കൊടുക്കുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണ് അസ്യൂം ചെയ്തു. ഇനി എന്ത് കാണിക്കണം? We have to prove that p of k അഥവാ എന്ന സ്ഥാനത്ത് k വെച്ച് കൊടുക്കുന്ന റിസൾട്ട് ആണ് ഇത്. ഇനി we have to prove that p of k plus 1 is true. p of k plus 1 true ആണെന്ന് വിചാരിക്കണം. പ്രൂവ് ചെയ്യണം. അഥവാ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എന്ന സ്ഥാനത്ത് k plus 1 നോക്കുമ്പോൾ k plus 1 whole cube is equal to k plus 1 whole square plus k plus 1 plus 1 k plus 2 whole square by 4. ഇത് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ സഹായം തേടും. 1 cube plus 2 cube plus etc plus k cube is equal to k square into k plus 1 whole square by 4. ഓക്കെ, രണ്ട് ഭാഗത്തും ഇതിന്റെ ലാസ്റ്റ് ടേം ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ വെട്ടി ചെറുതാക്കുമ്പോൾ അങ്ങനെ ചെറുതാക്കുമ്പോൾ ലാസ്റ്റ് ആൻസർ കിട്ടി. ക്ലിയർ? Okay, next problem. 1 into 2, 1.2 അല്ല, 2 into 3 plus etc. 3 into 4 etc. n into n plus 1 equal to n into n plus 1 into n plus 2 by 3. 1 into 2 plus 2 into 3 plus etc. n into n plus 1 is equal to n into n plus 1 into n plus 2 by 3 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ p of 1 പ്രൂവ് ചെയ്യാൻ പോവാണ്. എന്താണ് LHS? LHS എന്ന് പറയുമ്പോൾ n 1 ആകുമ്പോൾ 1 into 1 plus 1 2 1 into 2 അഥവാ ഇത് മുതൽ ഇത് വരെ എന്ന് പറഞ്ഞാൽ 1 into 2 മാത്രമേ ഉണ്ടാവുള്ളൂ ഇല്ലേ? 1 into 2 equal to RHS. n 1 ആക്കി വെക്കും. 1 into 1 plus 1 into 1 plus 2 by 3. 1 into 2 into വെട്ടി പോകുമ്പോൾ 1 into 2. LHS ഉം RHS ഉം ഈക്വൽ ആണ്. LHS equal to RHS. Therefore, P of 1 is true. Okay, P of 1 is true. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് assume P of k is true. Assume P of k is true. എന്താണ് P of k? 1 into 2, 2 into 3, etc. k into k plus 1 in the സ്ഥാനത്ത് k വെച്ച് കൊടുക്കുമ്പോൾ equal to k into k plus 1 into k plus 2 by 3 in the സ്ഥാനത്ത് k വെച്ച് കൊടുത്തു. ഇനി എന്താ? we have to prove P of k plus 1 is true. We have to prove P of k plus 1 is true. എന്താ P of k plus 1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ഥാനത്ത് k plus 1 വെക്കുമ്പോൾ 1 into 2, 2 into 3, etc. ഇതിന്റെ സ്ഥാനത്ത് k plus 1 വെക്കുമ്പോൾ k plus 1 into k plus 1 plus 1, that is k plus 2, k plus 1 into k plus 1 plus 1, k plus 2, k plus 1 plus k plus 3 by 3. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഇത് പ്രൂവ് ചെയ്യേണ്ടതാണ്. തുടങ്ങാം. എവിടെ തുടങ്ങാം? ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. 1 into 2, 2 into 3, etc. k into k plus 1 equal to k into k plus 1 into k plus 2 by 3. രണ്ട് ഭാഗത്തും ഞാൻ ഇതിന്റെ ലാസ്റ്റ് ടേം ആരാ? ഇതിലൊരു ടേമിൽ നിന്ന് രണ്ടെണ്ണം കൂടി ചേർന്ന ലാസ്റ്റ് ടേം ആയിട്ടുള്ള ഇതെന്നെ ആഡ് ചെയ്തു. രണ്ട് ഭാഗത്തും ഇവിടെ ആഡ് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ 1 into 2, 2 into 3, etc.
k into k plus 1 plus ഈ ടൈം ആഡ് ചെയ്യാൻ പോകട്ടോ k plus 1 into k plus 2 equal to right side k into k plus 1 into k plus 2 by 3 ഇവിടെയും ആര് ആഡ് ചെയ്യണം ഇതിന് ലാസ്റ്റ് ടൈം ആയിട്ടുള്ള k plus 1 into k plus 2 നെ ആഡ് ചെയ്തു plus k plus 1 into k plus 2 ആഡ് ചെയ്തു ക്ലിയർ ആയോ ആ സ്റ്റെപ്പ് ആ ഇക്വേഷന്റെ രണ്ട് ഭാഗത്തും k plus 1 into k plus 2 ആഡ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എന്തായിട്ട് മാറും ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട് k plus 1 ഉണ്ട് ആ k plus 1 ഉം കോമൺ ആണ് അതുപോലെ k plus 2 ഉം കോമൺ ആണ് into ബാക്കി ആരൊക്കെ ഉണ്ട് ഇവിടെ ഒരു k by 3 ഉണ്ട് പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ട് 1 എന്ന് പറഞ്ഞാൽ എല്ലാം പോകുന്നപ്പോൾ ബാക്കി ഒരു 1 ഉണ്ട് that is equal to k plus 1 into k plus 2 k into 1 k 1 into 3 3 by 3 that is equal to k plus 1 into k plus 2 into k plus 3 all divided by 3 ചോദ്യം നേരെ വായിച്ചു മനസ്സിലാക്കൂ 1 into 2 plus 2 into 3 plus etc n into n plus 1 is equal to n into n plus 1 into n plus 2 by 3 ആദ്യം നമ്മൾ p of 1 true ആണ് പ്രൂവ് ചെയ്തു assume that p of k is true p of k is true എന്ന് പറഞ്ഞാൽ അർത്ഥം n സ്ഥാനത്ത് k വെച്ച് കൊടുക്കുമ്പോൾ k into k plus 1 1 into 2 plus 2 into 3 plus etc k into k plus 1 is equal to k into k plus 1 into k plus 2 by 3 എന്ന് പ്രൂവ് ചെയ്യണം സോറി assume ചെയ്തു we have to prove that p of k plus 1 is true n സ്ഥാനത്ത് k plus 1 വെക്കുമ്പോഴും ഈ റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് that is എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് n സ്ഥാനത്ത് k plus 1 വെച്ച റിസൾട്ട് ആണ് ഇത് k plus 1 k plus 1 plus 1 k plus 1 k plus 1 plus 1 k plus 1 plus 2 k plus 3 by 3 ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ ഇതിന്റെ സഹായം തേടി ഇതെടുത്തു ഇതിന് രണ്ട് ഭാഗത്തും ഇതിന് ലാസ്റ്റ് ടേം ആയിട്ടുള്ള ഈ ടേം ആഡ് ചെയ്തു ഒന്ന് വൃത്തിയാക്കി എടുത്തപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ റിസൾട്ട് ആയിട്ടുണ്ട് therefore നമ്മൾ വിജയിച്ചു therefore p of k plus 1 is true p of k plus 1 is true ഇത് വായിച്ചു മനസ്സിലാക്കൂ Next problem, show that a plus ar plus ar square plus etc ar raised to n minus 1 is equal to a into r raised to n minus 1 by r minus 1. Show that a plus ar square plus etc plus ar raised to n minus 1 is equal to a into r raised to n minus 1 by r minus 1. Okay. Assume p of 1. We have to prove that p of 1. LH is equal to n 1 ആവുമ്പോൾ 1 minus 1 0 ഒന്നുമില്ല then എനിക്ക് ഫസ്റ്റ് ടേം വരിക equal to a. RHS is equal to n 1 ആവുമ്പോൾ a into r raised to 1 minus 1 by r n 1 ആവുമ്പോൾ 1 minus 2 r raised to 1 എന്ന് പറഞ്ഞാൽ r ഇതും ഇത് വെട്ടിപ്പോയി that is equal to a അപ്പോൾ LHS ഉം RHS ഉം ഈക്വൽ ആയില്ലേ LHS equal to RHS therefore p of 1 is true p of 1 true ആണ് പ്രൂവ് ചെയ്തു we have to prove that p of k is assume that p of k is true assume p of k is true എന്താണ് p of k p of k n സ്ഥാനത്ത് k വെക്കുമ്പോൾ a plus ar square plus etc ar raised to k minus 1 is equal to a into r raised to k minus 1 by r minus 1 n സ്ഥാനത്ത് k വെക്കുമ്പോൾ k minus 1 k ആയി മാറും ഇത് assume ചെയ്തു we have to prove that p of k plus 1 is true we have to prove that p of k plus 1 is true അഥവാ n സ്ഥാനത്ത് k plus 1 വെക്കുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അഥവാ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് a plus ar square plus etc a into r raised to n സ്ഥാനത്ത് k plus 1 വെക്കുമ്പോൾ
k plus 1 minus 1 അഥവാ k plus 1 minus 1 എന്ന് പറഞ്ഞാൽ k equal to a into r raised to k plus 1 minus 1 by r minus 1 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് അടുത്തു a plus ar square plus etc. ar raised to k minus 1 is equal to a into r raised to k minus 1 by r minus 1. രണ്ട് ഭാഗത്തും ഈ ഇതിന്റെ ലാസ്റ്റ് ടേം ആയിട്ടുള്ള ar raised to k ആഡ് ചെയ്യാൻ പോവുകയാണ്. Therefore add ചെയ്യുമ്പോൾ a plus ar square plus etc. ar raised to k minus 1 ഇതിന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ar raised to k ആഡ് ചെയ്യുമ്പോൾ ar raised to k is equal to a into r raised to k minus 1 by r minus 1 plus ar raised to k. ഒന്നുമില്ല, ഈ റിസൾട്ടിന്റെ രണ്ട് ഭാഗത്തും ar raised to k ആഡ് ചെയ്തു. That is equal to ഈ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a into r raised to k ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട്? a ഉണ്ട്. a പുറത്തെടുക്കുമ്പോൾ ബാക്കി ഉണ്ടാവുക r raised to k minus 1 by r minus 1 plus r raised to k എന്ന് ബാക്കി ഉണ്ടാവും. ഓക്കെ, ഞാൻ റിസൾട്ട് വായിക്കാൻ പോവാണേ. That is equal to a into r raised to k minus 1 into 1 r raised to k minus 1 plus r raised to k into r raised to k into r minus 1 divided by r minus 1. That is equal to a into r raised to k minus 1 r raised to k into r raised to k plus 1 minus r raised to k into r raised to k plus 1 r raised to k into 1 r raised to k by r minus 1. ഈ r raised to k യും r raised to k യും വെട്ടി പോകുമ്പോൾ ആൻസർ കംപ്ലീറ്റ് ആയി. Therefore the answer is a into r raised to k plus 1 minus 1 by r minus 1. ഇവിടെ എല്ലാത്തിന്റെ പേരിലാണ് എഴുതി വെക്കാത്തത്. എഴുതി വെക്കുകയാണെങ്കിൽ that is equal to a into r raised to k plus 1 minus 1 by r minus 1 തിരിച്ചെഴുതിയാൽ ആ റിസൾട്ട് കിട്ടിക്കോളും. ഓക്കെ, പ്രൂഫ് ആയില്ലേ? ആയിട്ടുണ്ട്. അതുപോലെ ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, show that 1 plus 3 plus 3 square plus etc. 3 raised to n minus 1 is equal to 3 raised to n minus 1 by 2 equal to 3 raised to n minus 1 by 2. എങ്ങനെ പ്രൂവ് ചെയ്യും? p of 1 ഹെഡിങ് കൊടുത്തു. What is LHS equal to 1? First term. RHS equal to 3 raised to 1 minus 1 by 2. 3 minus 1 by 2. 2 by 2 equal to 1. LHS ഉം RHS ഉം equal ആയി പോയി. Therefore p of 1 is true. Assume p of k is true. എന്താണ് p of k is true എന്ന് പറഞ്ഞ അർത്ഥം? എന്ന സ്ഥാനത്ത് k വെച്ച് കൊടുക്കുമ്പോൾ 1 plus 3 plus 3 square plus etc. 3 raised to k minus 1 is equal to 3 raised to k minus 1 by 2. Therefore assume that p of k is true. We have to show that p of k plus 1 is true. We have to show that p of k plus 1 is true. എന്താണ് p of k plus 1? എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? n ന്റെ സ്ഥാനത്ത് k plus 1 വെക്കുമ്പോൾ 1 plus 3 plus n ന്റെ സ്ഥാനത്ത് k plus 1 വെക്കുമ്പോൾ 1 plus 3 plus etc. 3 raised to k plus 1 minus 1, that is 3 raised to k equal to 3 raised to k plus 1 minus 1 by 2. This we have to prove. നമ്മൾ ഇതിന്റെ സഹായം തേടാൻ പോവുകയാണ്. 1 plus
3 plus 3 square plus etc. 3 raised to k minus 1 is equal to 3 raised to k minus 1 by 2. ഈ ടേമിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇതിന്റെ ലാസ്റ്റ് ടേം ആയിട്ടുള്ള 3 raised to k ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്യുമ്പോൾ 1 plus 3 plus 3 square plus etc. 3 raised to k minus 1 plus 3 raised to k equal to 3 raised to k minus 1 by 2 plus 3 raised to k. Okay. That is 3 raised to k minus 1 into 1 plus 2 into 3 raised to k by 2. That is equal to ഇവിടെ ഒരു 3 raised to k, ഇവിടെ 2 3 raised to k. ഏതുപോലെ ഇവിടെ ഒരു x, ഇവിടെ 2x, ഇവിടെ ഒരു x, ഇവിടെ 2x, ടോട്ടൽ 3x. 3 into 3 raised to k minus 1 by 2. That is equal to n the a raised to m into a raised to n, a raised to m plus n alle. Therefore 3 raised to 1 plus k, that is 3 raised to k plus 1. ഇവിടെ സൈലാദിന്റെ പേര് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. That is 3 raised to 1 plus k plus 1 minus 1 by 2. That is we have to do. Once more നമ്മൾ ആദ്യം എന്ത് ചെയ്തു? p of 1 true ആണ് പ്രൂവ് ചെയ്തു. p of 1 true ആണ് പ്രൂവ് ചെയ്തു. LHS ഉം RHS ഉം കണ്ടുപിടിച്ചു. അതിനുശേഷം assume that p of k is true. P of k is true എന്ന് പറയുമ്പോൾ n സ്ഥാനത്ത് k വെച്ച് കൊടുക്കുമ്പോൾ 1 plus 3 plus 3 square plus etc. 3 raised to k minus 1 equal 3 raised to k minus 1 by 2. We have to show that p of k plus 1 is true. We have to show that p of k plus 1 is true. n സ്ഥാനത്ത് k plus 1 വെക്കുമ്പോഴും ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് n സ്ഥാനത്ത് k plus 1 സംഭവിക്കുക? 3 raised to k plus 1 minus 1, that is 3 raised to k, 3 raised to n, 3 raised to k plus 1 minus 1 by 2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് മുമ്പിൽ എഴുതിയ assume that p of k is true എന്നുള്ള റിസൾട്ട് ഇവിടെ സഹായത്തിന് വേണ്ടി വന്നു. ഇത് റിസൾട്ട് എഴുതി രണ്ട് ഭാഗത്തും ഇതിന് ലാസ്റ്റ് ടേം ആയിട്ടുള്ള 3 raised to k ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ വളരെ സിമ്പിൾ, നിസാരം ലാസ്റ്റ് ആൻസർ കിട്ടി 3 raised to k plus 1 minus 1 by 2. ഓക്കെ. Next problem. 1 by 2 plus 1 by 4 plus 1 by 8 plus etc. 1 by 2 raised to n is equal to 1 by 1 minus 1 by 2 raised to n. 1 by 2 plus 1 by 4 plus 1 by 8 plus etc. 1 by 2 raised to n is equal to 1 minus 1 by 2 raised to n. 1 by 2 plus 1 by 4 plus 1 etc. 1 by 8 is equal to etc. 1 by 2 raised to n is equal to 1 minus 1 by 2 raised to n. Next question. Okay, what is p of 1? p of 1 എന്ന് പറയുമ്പോൾ ഇന്ന് 1 ആവും 1 by 2, 1 by 2 ൽ 1 by 2 വരെ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. That is equal to ഏറ്റവും leftmost element 1 by 2. LH is equal to 1 by 2. What is RHS? 1 minus 1 by 2 raised to 1. 1 by 2. LHS equal to RHS. Therefore, P of 1 is true. Therefore, P of 1 is true. Okay. Assume that P of k is true. Assume that P of k is true. In the P of k is true, 1 by 2 plus 1 by 4 plus etc. 1 by 2 raised to n is equal to ഇവിടെ k വെക്കുമ്പോൾ ഇതാണ് P of k is true എന്ന് പറഞ്ഞ അർത്ഥം. We have to show that P of k plus 1 is true. എന്താണ് P of k plus 1 is true എന്ന് പറഞ്ഞ അർത്ഥം? n സ്ഥാനത്ത് k plus 1 വെക്കുക എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് ഇതിന്റെ സഹായം തേടാം. 1 by 2 plus 1 by 4 plus etc. 1 by 2 raised to k equal to 1 minus 1 by 2 raised to k.
രണ്ട് ഭാഗത്തും ഇതിന്റെ ലാസ്റ്റ് ടേം ആയിട്ടുള്ള 1/2 raised to k plus 1 ആഡ് ചെയ്യാൻ പോവാണ്. Okay, that is equal to ഇനി ഇവിടുന്ന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യാൻ പോകുന്നു നോക്കോ. that is equal to ഇത് തിരിച്ചാമർച്ച് എഴുതാൻ പോകണം. 1 പ്ലസ് നമുക്ക് ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്, അപ്പോൾ തിരിച്ചാമർച്ചെടുക്കാം. 1 മൈനസ് ആ മൈനസ് 1/2 raised to k ഇവിടെ കൊണ്ടുപോയി 1/2 raised to k plus 1 ഇങ്ങോട്ട് വെച്ചു. എന്തിനു വേണ്ടിയിട്ടാ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വേഗം മനസ്സിലാൻ വേണ്ടി മാത്രം കേട്ടോ, അല്ല വേറെ ഒന്നുമല്ല. that is equal to 1 plus 1 into 2 raised to k 2 raised to k 1 into 2 raised to k plus 1 അങ്ങനെയൊന്നും വേണ്ട, വേറെ ഐഡിയ എടുക്കാം. ആ ഐഡിയ ഒന്നുകൂടി നന്നാവുക. that is equal to 1 ഞാൻ 1/2 raised to k പുറത്തെടുത്തു. 1/2 raised to k ബാക്കി ആരാ ഉണ്ടാവുക? ഇവിടെ ഒരു -1 ഉണ്ടാവും. കാരണം 1/2 raised to k into -1 minus 1/2 raised to k ആരെ മാത്രമേ പുറത്തെടുത്തുള്ളൂ? 1/2 raised to k മാത്രമേ പുറത്തെടുത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവിന് കൂട്ടിയെടുത്തോളി, എന്നാലും കുഴപ്പമില്ല. 1 മൈനസ് 1/2 raised to k പുറത്തെടുത്തു. ബാക്കി ഇവിടെ ആരാ ഉണ്ടാവുക? 1. അത് തിരിച്ചാലോചിച്ച് നോക്ക്. -1/2 raised to k into 1 minus 1/2 raised to k നെക്സ്റ്റ് -1/2 raised to k plus 1. ഇങ്ങനെ രണ്ട് നെഗറ്റീവ് വരുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അറിയോ? നമുക്ക് ഇങ്ങനെ എടുക്കാം. ഞാൻ പറഞ്ഞത് that is equal to 1/2 raised to k പുറത്തെടുക്കുമ്പോൾ ബാക്കി ആരൊക്കെ ഉണ്ടാവുക? ഇവിടെ ഒരു -1 ഉണ്ടാവും, ഇവിടെ ഉണ്ടാവുക ഒരു 1/2 അധികം ഉണ്ടാവും. തിരിച്ചാലോചിച്ച് നോക്കി. 1/2 raised to k into -1 minus 1/2 raised to k 1/2 raised to k into 1/2 raised to k plus 1. Okay, that is equal to 1 plus 1/2 raised to k minus 1 അരയും കൂട്ടിയാൽ -1 കിട്ടും. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ that is equal to 1 1ഉം -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 2 raised to k into 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 raised to k plus 1. റിസൾട്ട് ആയില്ലേ? ഒന്ന് നോക്ക്. assume that p of k is true. എന്താ p of k is true എന്ന് പറഞ്ഞ അർത്ഥം? 1/2 plus 1/4 plus etc. എന്ന സ്ഥാനത്ത് k വെക്കുമ്പോൾ 1/2 raised to k is equal to 1 minus 1/2 raised to k. We have to show that p of k plus 1 is true. എന്താണ് p of k plus 1 is true? ഇത് എന്താണ്? എന്ന സ്ഥാനത്ത് k plus 1 വെക്കുമ്പോഴും ഈ റിസൾട്ട് ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്നിന്റെ ഈ തൊട്ട് മുമ്പ് എഴുതിയ ഈ റിസൾട്ടിന് സഹായം തേടി ഇതിന് രണ്ട് ഭാഗത്തും 1/2 raised to k plus 1 ആഡ് ചെയ്തപ്പോഴല്ലേ അത്ഭുതം. ഇതൊക്കെ ഞാൻ ചെറുതാക്കി കൊണ്ടുവന്നു. that is equal to 1 minus 1/2 raised to k plus 1 ആഡ് ചെയ്തു. ഇവിടെ 1/2 raised to k plus 1 ആഡ് ചെയ്തു. ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? ഇത് 1 1 പുറത്തെടുത്തു. 1/2 raised to k കോമൺ ആണ്, അത് പുറത്തെടുത്തപ്പോൾ ഇവിടെ -1 വന്നു, ഇവിടെ 1/2 വന്നു. that is 1 plus 1/2 raised to k ഔട്ട്സൈഡ് എടുക്കുമ്പോൾ -1 ഉം 1/2 ആഡ് ചെയ്യുമ്പോൾ -1/2 കിട്ടും. 1 into -1 2 raised to k into 2 is equal to 2 raised to k plus 1. what a magic. നോക്കൂ, ഇതന്നെയല്ലേ ഇതും? 1 minus 1/2 raised to k plus 1 പ്രൂവ് ചെയ്തല്ലോ. ഇനി ഇതായിട്ട് ബന്ധമില്ലാത്ത, അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച ചോദ്യങ്ങളൊക്കെ ഷോ ദാറ്റ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്രാ n സ്ക്വയർ is equal to n into n plus 1 into 2n plus 1/6. ഈ ടൈപ്പ് ചോദ്യങ്ങളല്ലേ? ഇത് ഈക്വൽ ടു ഇത് എന്നുള്ള ചോദ്യങ്ങളല്ലേ? ഇത് ഈക്വൽ ടു ഇത് എന്നുള്ള ചോദ്യങ്ങളല്ലേ? ഇത് ഈക്വൽ ടു ഇത് എന്നുള്ള ചോദ്യങ്ങളല്ലേ? ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടൈപ്പ് ചോദ്യങ്ങളല്ല. ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന, ഇവിടുത്തെ ഒരു ഇക്വേഷനാണ്. ഇനി ഇക്വേഷൻസ് അല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് വന്നാൽ എങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ചോദ്യം ഇങ്ങനെ: ഷോ ദാറ്റ് 7 raised to n minus 3 raised to n p of n എന്ന് പറഞ്ഞാൽ ഇതാ സ്റ്റേറ്റ്മെന്റ്. p of n എന്ന് പറഞ്ഞാൽ 7 raised to n minus 3 raised to n is a multiple of 4. എന്നാണ് നമുക്ക് കാണിക്കുന്നത്. p of n എന്ന് പറഞ്ഞാൽ 7 raised to n minus 3 raised to n is a multiple of
4 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 4? 8 is a multiple of 4. എന്തുകൊണ്ടാ 8 നെ 4 ന് 2 എന്ന് എഴുതിക്കൂടെ? 12 is a multiple of 4. എന്തുകൊണ്ടാ 4 ന് 3 എന്ന് എഴുതിക്കൂടെ? 16 is a multiple of 4. എന്തുകൊണ്ടാ 16 നെ 4 ന് 4 എന്ന് എഴുതിക്കൂടെ? 20 is a multiple of 4. എന്തുകൊണ്ടാ 20 നെ 4 into 5 എന്ന് എഴുതിക്കൂടെ? അഥവാ ഒരു നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ ആ നമ്പറിനെ 4m എന്നോ 4k എന്നോ 4s എന്നോ 4r എന്നോ 4t എന്നോ 4z എന്നോ എന്താ വിളിക്കാം. Okay, 7 raised to n is a 7 raised to n minus 3 raised to n is a multiple of 4 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Let us start. P of 1 എടുത്തു. 7 raised to 1 minus 3 raised to 1. 4 അല്ലേ? ഒരു multiple of 4 അല്ലേ? Yes. 4 is a multiple of 4. Therefore, P of 1 is 2. അവര് പറഞ്ഞ ശരിയാട്ടോ. അവര് പറഞ്ഞ ശരിയാണ്. n 1 ആവുമ്പോൾ റിസൾട്ട് 2 ആണ്. P of n is equal to 7 raised to n minus 3 raised to n is a multiple of 4 എന്നാണ് അവർ പറഞ്ഞത്. n എന്ത് വെച്ചാലും ശരിയാണ് അവർ പറഞ്ഞത്. ഞാൻ n 1 വെച്ച് നോക്കി. P of 1 7 raised to 1 minus 3 raised to 1 equal to 7 minus 3 equal to 4. 4 is a multiple of 4. Therefore, the given statement is true. That is P of 1 is true. That is P of 1 is true. Assume that P of k is true. Assume that P of k is true. എന്താണ് P of k is true? 7 raised to k minus 3 raised to k is a multiple of 4. P of k is true. അഥവാ 7 raised to k minus 3 raised to k is a multiple of 4. അഥവാ 7 raised to k minus 3 raised to k equal to 3m. ഒരു നമ്പർ ഒരു multiple of 4 അല്ലേ? 4m. ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ അത് ഈ ഫോർമാറ്റ് ആയിരിക്കും. 8 is a multiple of 4 കാരണം 4 into 2. 12 is a multiple of 4 that is കാരണം 4 into 3. അതുകൊണ്ട് 7 raised to k minus 3 raised to k is a multiple of 4 ആയതുകൊണ്ട് 4 into m. ഓക്കെ, ഇതിൽ വലിയ ആളാരാ? ബുദ്ധിമുട്ടുള്ള ആളാരാ? 7 raised to k അല്ലേ? ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ വലിയ ആൾ 7 raised to k അല്ലേ? 7 raised to k അവിടെ വെച്ചിട്ട് ബാക്കിയല്ല അപ്പുറം കൊണ്ടുപോവാം. 7 raised to k is equal to 4m plus 3 raised to k. ഇതിനെയാണ് നിങ്ങൾ ഇക്വേഷൻ 1 കൊടുക്കേണ്ടത്. ഇതോടെ നിൽക്കട്ടെ. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹൃദയഭാഗമായിട്ടുള്ള ഇക്വേഷൻ. 7 raised to k is equal to 4m plus 3 raised to k. എങ്ങനെ കിട്ടി? Assume that P of k is 2. തൊട്ട് മുമ്പ് ചോദ്യം അതല്ലായിരുന്നു. ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ P of k. ഇവിടെ അങ്ങനെയല്ല. 7 ഇവിടെ ഇക്വേഷൻ ഈക്വൽ ടു ഒന്നും ഇല്ലല്ലോ. 7 raised to k minus 3 raised to k is a multiple of 4. That is 7 raised to k minus 3 raised to k is equal to 4m. That is 7 raised to k is equal to 4m plus 3 raised to k. We have to show that we have to show that P of k plus 1 is 2. We have to show that P of k plus 1 is 2. അഥവാ n ന്റെ സ്ഥാനത്ത് k plus 1 വെക്കുമ്പോഴും ഈ റിസൾട്ട് ഒബ്വിയസ് ആണ്. ഈ റിസൾട്ട് 2 ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. P of k plus 1 is 2. That is 7 raised to k plus 1 minus 3 raised to k plus 1 is a multiple of 4 എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, we had to show that P of k plus 1 is 2. ഒന്നുകൂടി പറയാം. P of n എന്ന് പറഞ്ഞാൽ 7 raised to n minus 3 raised to n is a multiple of 4 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. P of k is 2 എന്ന് വിചാരിച്ചു. അഥവാ 7 raised to k minus 3 raised to k is a multiple of 4 എന്ന് വിചാരിച്ചു. അഥവാ 7 raised to k minus 3 raised to k multiple of 4 ആയതുകൊണ്ട് 4m ഞാൻ എടുത്തു. 4m ഒരു multiple of 4. Therefore 7 ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് 7 raised to k ആയതുകൊണ്ട് 7 raised to k നെ അടുത്ത ഭാഗത്ത് വെച്ച് 7 raised to k is equal to 4m plus 3 raised to k. ഇതാണ് ഇക്വേഷന്റെ ഹൃദയഭാഗം. We have to show that P of k plus 1 is true. We have to show that P of k plus 1 is true. We have to show that 7 raised to k plus 1 minus 3 raised to k plus 1 is a multiple of 4 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 7 raised to k plus 1 minus 3 raised to k plus 1 is a multiple of 4. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഏറ്റവും ഹൃദയഭാഗം 7 raised to k ആണ്.
ആ 7 raised to k എന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ ഇക്വേഷനെ മാറ്റം വരുത്തുമ്പോൾ 7 into ഈ 7 raised to k plus നെ മാറ്റം വരുത്തി 7 into 7 raised to k ആക്കി minus 3 raised to k plus 1. ഒന്നുമല്ല ചെയ്തത്, എന്ത് മാത്രമേ ചെയ്തുള്ളൂ, ഈ 7 raised to k plus 1 നെ 7 into 7 raised to k ആക്കി. എന്തിനു വേണ്ടി മാത്രം? ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം. എന്തിനു വേണ്ടി മാത്രം? ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം. എന്തിനു വേണ്ടി മാത്രം? ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം. 7 raised to k plus 1 നെ 7 into 7 raised to k, കാരണം ഇവിടെ 7 raised to k ഉണ്ട്, ആ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം. That is equal to 7 into what is 7 raised to k? What is 7 raised to k? 4m plus 3 raised to k minus 3 raised to k plus 1. ഈ റിസൾട്ടിന് പകരം ഈ റിസൾട്ട് ആണ് അപ്ലൈ ചെയ്തു. That is equal to 7 into 4 28m plus 7 into 3 raised to k minus 3 raised to k plus 1. That is equal to again 28m plus ഇവിടെ കോമൺ ആയിട്ട് ആരുണ്ട്? 3 raised to k ഉണ്ട്. 3 raised to k പുറത്തെടുത്താൽ ബാക്കി 7 minus 3. ഇവിടെ 7 ഉണ്ട്, ഒരു 3 raised to k പുറത്തെടുത്താൽ ബാക്കി 3 ഉണ്ട്. That is equal to 28m plus 3 raised to k into 4 into 3 raised to k. ഇത് multiple of 4 ആണ്, കാരണം 28 ഉണ്ട്. ഇത് multiple of 4 ആണ്. Therefore is a multiple of 4. ഇത് വെക്കും. That is equal to 28m plus 4 into 3 raised to k ആണ്. ഇവിടെ 4 പുറത്തെടുക്കുമ്പോൾ ബാക്കി 7m plus 3 raised to k is a multiple of 4. എങ്ങനെ multiple of 4 എന്ന് വിചാരിക്കാൻ കാരണം ഒരു 4 മൾട്ടിപ്ലൈ ആയതുകൊണ്ട്. എങ്ങനെ 4 മൾട്ടിപ്ലൈ ആയത്? ഒരു 4 പുറത്തെടുത്തു. ഒന്നുകൂടി പറയാം, ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ട് വേറെ മെത്തേഡ് ഉണ്ട് കേട്ടോ. ഒരു 7 into 3 raised to k ആഡ് ചെയ്യും, 7 into 3 raised to k സബ്ട്രാക്ട് ചെയ്യും. ആ ഒരു മെത്തേഡ് കൂടി ഇവിടെ ഉണ്ട്. പക്ഷെ ആ മെത്തേഡ് ഉപയോഗിക്കാതെ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ കാരണം ഈ റിസൾട്ട് ആണെങ്കിൽ എല്ലാത്തിനും കോമൺ ആണ്, ഏത് സ്റ്റെപ്പിനും ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടി ഈ മെത്തേഡ് അപ്ലൈ ചെയ്ത് 7 raised to k minus 3 raised to k is a multiple of 4. അഥവാ 7 raised to k minus 3 raised to k is a multiple of 4 ആയതുകൊണ്ട് 4m 7 raised to k is equal to 4m plus 3 raised to k. We have to show that p of k plus 1 is 2. We have to show that p of k plus 1 is 2. എന്താണ് p of k plus 1 എന്ന് പറഞ്ഞാൽ? ഇതിനെ സ്ഥാനത്ത് k plus 1 വെക്കുമ്പോൾ 7 raised to k plus 1 minus 3 raised to k plus 1 equal to ഇതിനെ ഒന്ന് മാറ്റം വരുത്തി 7 into 7 raised to k ആക്കി. എന്തിനു വേണ്ടിയിട്ട്? ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. 7 into 7 raised to k minus 3 raised to k plus 1 that is equal to 7 into 7 raised to k ക്ക് വരെ 4m plus 3 raised to k minus 3 raised to k plus 1 ഇവിടെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തു. that is equal to 28m plus 7 into 3 raised to k minus 3 raised to k plus 1. 28m 3 raised to k outside എടുത്തു. 7 minus 3 28m plus 7 minus 3 4 into 3 raised to k ഇവിടെ 4 outside എടുത്തു. 4 into 7m plus 3 raised to k. therefore is a multiple of 4. എന്തുകൊണ്ടാ? 4 നെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് is a multiple of 4. therefore p of k plus 1 is 2. okay. Next problem, 3 raised to 2n plus 2, 3 raised to 2n plus 2 minus 8n minus 9. 3 raised to 2n plus 2 minus 8n minus 9 is divisible by k. അങ്ങനെയാണെങ്കിൽ what is the value of k? Option 8, 6, 3, 12. 3 raised to 2n plus 2 minus 8n minus 9 is divisible by k. Then what is the value of k? This is multiple of a number. Multiple of k. Divisible by k means multiple of k. അങ്ങനെയാണെങ്കിൽ k ന്റെ വാല്യൂ എന്താണ്? അപ്പോൾ p of 1 നോക്കാം. എന്താ p of 1? 3 raised to 2 into 1 2 plus 2 4 minus 8 into 1 minus 9. 3 raised to 4 എന്ന് പറഞ്ഞാൽ 3 into 3 9 into 3 27 81 minus 8 minus 9. 81 minus 9 എന്ന് പറഞ്ഞാൽ എത്രയാ? 81 minus 9 എന്ന് പറഞ്ഞാൽ ആൻസർ is 72. 72 minus 8. 72 minus 8 is equal to 64. 64 എന്ന് പറഞ്ഞാൽ multiple of 8 അല്ലേ? Therefore answer is multiple of 8. And next question is show that 3 raised to 2n plus 2 show that 3 raised to 2n plus 2 minus 8n minus 9 is a multiple of 8. 3 raised to 2n plus 2
minus 8n minus 9 is a multiple of 8 എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വൺ P of 1 LHS 3 raised to 2 into 1 plus 2 minus 8 into 1 minus 9 3 raised to 4 minus 8 minus 9 81 minus 8 minus 9 equal to 64. Okay, 64 multiple of 8 ആണോ? Yes. എന്ത് എഴുതി വെക്കും? Multiple of 8 ആയതുകൊണ്ട് P of 1 ട്രൂ ആണ് കിട്ടി. ഇനി നമുക്ക് എന്ത് കാണിക്കണം? Assume that P of K is true. Assume P of K is true. Okay. എന്താണ് P of K is true എന്ന് പറഞ്ഞ അർത്ഥം? 3 raised to 2k plus 2 minus 8k അഥവാ n കണ്ടോടത്ത് k വെച്ച് കൊടുക്കുമ്പോൾ is a multiple of 8 അഥവാ 3 raised to 2k plus 2 minus 8k minus 9 എന്ന് പറഞ്ഞാൽ 8 into m ആണ്. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് 3 raised to 2k plus 2 അല്ലേ? അത് ഇവിടെ നിർത്തി ബാക്കിയെല്ലാം അപ്പുറം കൊണ്ടുപോയി. Therefore 3 raised to 2k plus 2 equal to 8m plus 8k plus 9. ഓക്കെ, ഇതാണ് നമ്മളെ P of K എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് നമുക്ക് ആവശ്യമില്ല, അതൊക്കെ മായ്ച്ചു കളയുന്നുണ്ട്. ഇപ്പൊ നിലവിലുള്ളത് 3 raised to 2k plus 2 equal to 8m plus 8k plus 9. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണിക്കണം? We have to prove P of K plus 1 is true. അഥവാ P of K plus 1 is true എന്ന് പറഞ്ഞ അർത്ഥം നമുക്ക് കാണിക്കേണ്ടത് 3 raised to 2 ഇതിന്റെ സ്ഥാനത്ത് K plus 1 വെക്കുമ്പോൾ 3 raised to 2 into K plus 1 plus 2 minus 8 into K plus 1 minus 9 ഇത് multiple of 8 എന്ന് കാണിച്ചാൽ പരിപാടി കംപ്ലീറ്റ് ആയി. That is equal to 3 raised to 2k plus 2 plus 2 2k plus 2 plus 2 minus 8k minus 8 minus 9 equal to നമുക്ക് ഇവിടെ 3 raised to k plus 2 ഇല്ലേ? ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 raised to 2k plus 2 into 3 square എന്താ ചെയ്ത്? ഒരു 3 square പുറത്തെടുത്തു. 3 square into 3 raised to 2k plus 2 എന്തിനു വേണ്ടിയിട്ടാ? a raised to m into a raised to n is equal to a raised to m plus n minus 8k minus 17. 3 square എന്ന് പറഞ്ഞാൽ 9. എന്താണ് 3 raised to 2k plus 2? 3 raised to 2k plus 2 എന്ന് പറഞ്ഞാൽ that is equal to 8m plus 8k plus 9. അഥവാ ഈ 3 raised to 2k plus 2 ക്ക് പകരം ഈ റിസൾട്ട് അപ്ലൈ ചെയ്തു. minus 8k minus 17 that is equal to 9 into 8 72m plus 72k plus 81 minus 8k minus 17. That is equal to 72m 72k എന്ന് 8k subtract ചെയ്താൽ 64k 81 minus 70 is equal to 64. That is equal to ടോട്ടൽ ആയിട്ട് ഒരു 8 പുറത്തെടുത്തു. എന്തിനു വേണ്ടിയിട്ടാ? മൾട്ടിപ്പിൾ ഓഫ് 8 എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. 8 into ബാക്കി 9m plus 6k plus 9m plus 8k plus 8 is a multiple of 8. Therefore, P of K plus 1 is true. Therefore, P of K plus 1 is true. നമ്മൾ എന്താ ചെയ്ത്? 3 raised to 2n plus 2 minus 8n minus 9 is a multiple of 8 എന്ന് പ്രൂവ് ചെയ്യണം. Assume that P of K is true. അഥവാ ഇതിന്റെ സ്ഥാനത്ത് k വെക്കുമ്പോൾ 3 raised to 2k plus 2 minus 8k minus 9 is a multiple of 8. നമുക്ക് equal to 8m എന്ന് എഴുതി. പിന്നെ ബാക്കിയെല്ലാം അപ്പുറം കൊണ്ടുപോയി 3 raised to 2k plus 2 ആയി. അതിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവിടെ വെച്ചു. We have to prove that P of K plus 1 is true. P of K plus 1 is true എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ സ്ഥാനത്ത് k plus 1 വെക്കുമ്പോൾ 3 raised to k plus 1
plus 2 minus 8 into k plus 1 minus 9. That is equal to 3 raised to 2k plus 2 minus 8k minus 8 minus 9. That is equal to 3 square 3 square 3 raised to k plus 2 minus 8k minus 17. That is equal to 9 into 80m. 3 raised to k plus 2 this result apply to 80m plus 80k plus 9. Apply 9 into 80m plus 80k plus 9 minus 80k minus 17. That is equal to 72m plus 72k plus 81 minus 80k minus 17. That is equal to 72m plus 64, 72k minus 80k, that is equal to 64k plus 81 minus 17 is equal to 64. Taking outside the 8, 8 is 8 into 9m plus 80k plus 8, that is a multiple of 8. Y is equal to 8 into a number, a multiple of 8, therefore multiple of 8, therefore P of k plus 1 is true. Then by mathematical induction, the result is true for every value. Next problem, show that 10 raised to 2n minus 1 plus 1 is multiple of 11. 10 raised to 2n minus 1 plus 1 is a multiple of 11. n equal to 1 n 1 ആവുമ്പോൾ P of 1. 10 raised to 2 into 1, 2 minus 1. 2 into 1, 2, 2 minus 1, 1. 11. 11 is a multiple of 11. Is a multiple of 11. Therefore, P of 1 is true. Assume P of k is true. And the P of k is true. In the stand k വെക്കുമ്പോൾ 10 raised to 2k minus 1 plus 1 is a multiple of 11. 10 raised to 2k minus 1 plus 1 equal to 11m. Multiple of 11 means 11m. This 1 അങ്ങോട്ട് പോയി. 10 raised to 2k minus 1 equal to 11m minus 1. Okay. We have to show that P of k plus 1 is true. We have to show that P of k plus 1 is 2. 10 raised to 2 into k plus 1 minus 1 plus 1 equal to 10 raised to 2k plus 2 minus 1 plus 1 equal to ഇവിടെ 10 raised to 2k minus 1 ഉണ്ട്. ആ ഫോർമാറ്റിൽ എത്തിക്കാൻ 10 സ്ക്വയർ കൊടുത്തു. 10 സ്ക്വയർ into ബാക്കി 10 raised to 2k minus 1 plus 1. 10 square എന്ന് പറഞ്ഞാൽ 100. 10 raised to 2k minus 1 എന്ന് പറഞ്ഞാൽ 11m minus 1 plus 1. Okay. That is equal to 100 into 11m. 100 into minus 1 plus 1 equal to 100 into 11m minus 99. 11 പുറത്തു എടുക്കുമ്പോൾ 100m minus 9. Okay, 11 multiply പോയില്ലേ? Is a multiple of 11. Okay, therefore P of k plus 1 is true. Therefore P of k plus 1 is true. ഇവിടെ എങ്ങനെ ചെയ്ത് 10 raised to 2n minus 1 plus 1 is a multiple of 11 നമുക്ക് പ്രൂവ് ചെയ്യണം. Assume that P of k is true. നമുക്ക് P of 1 2 ആണെന്ന് പ്രൂവ് ചെയ്തു. Assume that P of k is true. P of k is true എന്ന് കാണിക്കുന്നതിന് പകരം 10 raised to 2k minus 1 plus 1 is a multiple of 11 എന്ന് പറഞ്ഞു. Multiple of 11 ആണെങ്കിൽ 11m ആവൂലേ? ഓക്കെ, ഈ 1 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് ഇതിന്റെ ഹൃദയഭാഗം. ഈ റിസൾട്ടിന്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നമുക്ക് എന്ത് കാണിക്കണം? We have to prove that the result is true for n is equal to k plus 1. That is P of k plus 1 is true എന്ന് we have to show that. അപ്പോൾ n k plus 1 ആവുമ്പോൾ 10 raised to 2 into k plus 1 minus 1. k plus 1 minus 1 plus 1 അത് multiple of 11 എന്ന് കാണിക്കണം.
that is equal to 10 raised to 2k plus 2 minus 1 plus 1. Now, 10 square portfolio. This result in the format. 10 raised to 2k minus 1. 10 raised to 2k minus 1 is 11m minus 1. 11m minus 1. That is equal to 100 into 11m minus 1. Multiply 111m minus 100 into minus 1 minus 100 plus 1. Minus 100 plus 1 minus 99. That is 11 into 100m plus 1. Therefore, that is a multiple of 11. Therefore, P of k plus 1 is 2. This is the principle of mathematical induction എന്ന ചാപ്റ്ററിൽ ചെയ്യേണ്ട ചോദ്യങ്ങൾ. ഇത്രയും ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആവശ്യത്തിന് സമയമെടുത്ത് പഠിച്ച് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ.